എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു അടിപൊളി വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ശരിക്കും കണ്ടാലുണ്ടല്ലോ നമ്മൾ കൊതിയോടുകൂടി നോക്കി നിന്ന് പോവും, അമ്മാതിരി ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റംദാൻ നാളിൽ ഈ ഒരു പിഞ്ചു പൈതലിന് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൊടി മോളുണ്ടല്ലോ, ഈ ഒരു കുറുമ്പി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പൊടി മോള് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയും, എങ്ങനെയൊക്കെ ഈ കുഞ്ഞിന് സാധിക്കുന്നു എന്നുള്ള കാര്യം. ശരിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം വളരെ അധികം ഫാസ്റ്റാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും തവണ കണ്ടാലും കേട്ടാലും മനസ്സിലാവും. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഈ ഒരു പ്രായത്തിൽ ഒന്നും അറിയില്ലായിരുന്നു. എന്ത് കേട്ടാലും കണ്ടാലും കൊണ്ടാലും ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനൊരു പൊന്നുമോളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 108 എത്രയോ 104 108 എത്രയോ സ്വലാത്തുകൾ എന്ന് പറയും, അങ്ങനെയല്ലേ പറയുന്നത്. അത് ഇരിപ്പിലിരുന്ന് ചൊല്ലി തീർത്ത ഒരു പൊന്നുമോളുടേത്. ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാനത് എടുത്തിട്ട് അപ്പം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പുണ്യമായിട്ടുള്ള റംസാൻ നാളിൽ ഈ ഒരു പുന്നാര മോളുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. നിങ്ങളിൽ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത്. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ട് വരാം. പച്ചോനെ എന്റെ പറ്റി സോദനാണ്, എന്റെ പറ്റി കുഴപ്പമൊന്നും വരുത്തല്ലേ. അവരൊക്കെ ബോംബ് പൊറ്റുന്നുണ്ട് റബ്ബേ. ഗൾഫിലുള്ള എല്ലാരും കേക്കണേ, അബദ്ധമൊന്നും വരുത്തല്ലേ. എന്റെ പറ്റി ഈ പണിക്ക് പോകുമ്പോ കാക്കണേ. എല്ലാരും ഇപ്പച്ചിന് എല്ലാരും ഈ കാക്കമാരി ഗൾഫിലുള്ള എല്ലാരും പച്ചോനെ കാക്കണേ. യുദ്ധത്തിന് കാക്കണേ. ആമി. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞിൻ്റെ ഉമ്മച്ചിക്ക് തന്നെയാണ് ഞാൻ ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് കുറച്ച് കടുകട്ടിയായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്തെ മാതാപിതാക്കളൊക്കെ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. ശരിക്കും കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ കുട്ടിക്കാലം തൊട്ടേ കൂട്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. ഇന്ന് കുട്ടികളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോൺ തന്നെയാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് നിൽക്കാൻ പറ്റില്ല. മാതാപിതാക്കളെയൊക്കെ കാണാതെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും, പക്ഷേ ഫോൺ കാണാതെ ഒരു സെക്കൻഡ് പോലും പറ്റില്ല. അതാണ് അവസ്ഥ. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു പൊന്നുമോളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ് ഈ മോള് പറയുന്നത്. അത്രയും ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉമ്മച്ചിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റാർക്കും അല്ല. വളരെ സന്തോഷം തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക്. എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇവൾ സംസാരിക്കുന്നത്. ശരിക്കും ഇതിനെ ഒരു എന്താ പറയുക, കുഞ്ഞു മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്തായാലും ഈ ഒരു കുഞ്ഞിന് ദീർഘായുസ്സുണ്ടാവട്ടെ, കുഞ്ഞിനെ ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം മനോഹരമായിട്ടൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അതും ചെറിയ മക്കൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. പ്രത്യേകിച്ചും എനിക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ചിരിയും ഈ ഒരു വർത്താനമൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ബിഗ് സല്യൂട്ട് എന്നാണ്. നിങ്ങളെ ഒരുപാട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇതുപോലെ ഒരു നല്ല രീതിയിൽ ഈ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇനി തുടർന്നും ഈ ഒരു മോളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതും നമ്മുടെ മതത്തെയും ആചാരത്തെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല ഒരു ഭാവി കുഞ്ഞിനുണ്ടാവട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.